എന്റെ കണ്ണിൽ ദാരിദ്ര്യത്തിന്റെ നിർവചനങ്ങൾ ഇതൊക്കെയാണ്. സ്വന്തമായിട്ട് ഭൂമിയോ ഒന്നും ഇല്ലാത്തവരാണ്. പക്ഷെ CPM കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 57,000 പേരുടെ അതിദാരിദ്ര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഫോർമുല CPM-നെ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അത് കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് നവംബർ മാസം 1-ാം തീയതിയാണ്. ഇന്ന് വളരെ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നൊക്കെയാണ് CPM പല പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊക്കെ കൊടുത്തിട്ട് ചാനലുകളൊക്കെ ഇങ്ങനെ എഴുതി ഏതാണ്ടൊക്കെ എഴുതി തള്ളുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. CPM-ന്റെ ഭരണം തുടങ്ങുന്നത് 2016 മെയ് മാസത്തിലാണ്. ആ 2016 മെയ് മാസത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് 2016 നവംബർ മാസത്തിൽ CPM ഇതുപോലൊരു അല്ലെങ്കിൽ LDF സർക്കാർ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തി. അതായത് എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ശൗചാലയം നിർമ്മിച്ച വീടുകളിൽ എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ച ആദ്യ സംസ്ഥാനം ആ സംസ്ഥാനം കേരളമാണ് എന്നവർ പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ അതിൻ്റെ മറുപടിയായി പറഞ്ഞു, എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ മേയർ ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്ന് 2025 വർഷം ഞാൻ കൊടുത്തൊരു വിവരാവകാശത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശൗചാലയ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് ലഭിക്കാത്ത ആയിരക്കണക്കിന് പേർ ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.